ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഴക്കാലമായി, നന്നായി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പൂതി ഉണ്ടാവും വൈകുന്നേരം ഇവർ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. അങ്ങനെ എനിക്കൊരു പൂതി വന്നതാണ് ഇലയട കഴിക്കാൻ. അങ്ങനെ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു പഴുത്തത്, അത് മാവിലിട്ട് കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വെല്ലവും തേങ്ങയും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എൻ്റെ വീട്ടിലൊരു വല്യമ്മയുണ്ട്, ഉമ്മാൻ്റെ ഉമ്മാനോട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, ഉമ്മ ഒന്ന് ഇങ്ങനെ പരത്തി തരുമോ നൈസാക്കിയിട്ട്. ഞാൻ എത്ര ശ്രമിച്ചിട്ട് നൈസായിട്ട് പരത്താൻ എനിക്ക് കിട്ടണില്ല. അവർക്കൊക്കെ കൈ വഴക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് കിട്ടുമായിരിക്കും. അപ്പം ഞാൻ പറയേണ്ട താമസം അടുക്കളയിൽ വന്ന് കാലം നീട്ടിയിരുന്നു ചെയ്ത് തരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ പരത്തുന്ന സീനാണ് ഇത്. ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്കിതുപോലെ കിട്ടണില്ല പരത്താൻ. അവൻ്റെയൊക്കെ ഒരു പണ്ട് മുതലേ അവർ ചെയ്തിട്ടുള്ള കൈ വഴക്കമായിരിക്കും. എന്നോട് ഓരോന്ന് പറയണം, ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ വയസ്സായവരൊക്കെ വീട്ടിലുണ്ടായ ഇങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടാവും. വിരുന്ന് വന്നതാണ് എൻ്റെ വീട്ടിലേക്ക്. ഇലയടത്തിന് എൻ്റെ പൂതി പറഞ്ഞപ്പോൾ ശരി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ തയ്യാറായി. വേണ്ടതൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തപ്പോൾ ഇരുന്നിട്ട് എല്ലാം ചെയ്യാണ്. തേങ്ങയും വെല്ലവും എല്ലാം കറക്റ്റായി ഇട്ടിട്ട് പാകത്തിനിട്ടിട്ട് അവർക്കറിയാമല്ലോ അതിൻ്റെ പാകങ്ങൾ എല്ലാം റെഡിയാക്കി തന്നു. ഇല വന്നിട്ട് കുറച്ച് വാടിയ ഇലയാണ്, കാരണം 2-3 ദിവസമായി ഇത് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പറ്റിയില്ല, ഇന്നാണ് പറ്റിയത്. അപ്പോഴേക്കും ഇല ഒരുവിധം വാടി. എങ്കിലും കുഴപ്പമില്ല, ഇത് മതി പറഞ്ഞിട്ട് വല്യമ്മ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞിട്ട് അതിൽ ചൂടാൻ നിന്ന്. ഇപ്പോൾ ഏകദേശം ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഞാനിവിടെ വെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ചായ വെക്കണില്ലേ ചോദിച്ചിട്ട് ഇപ്പുറത്ത് ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്ക് ഇലയടയും ചായയും. അപ്പോൾ ഒരു ട്രിപ്പ് ആക്കിയിട്ട് അടുത്ത ട്രിപ്പിനുള്ള റെഡിയാക്കുകയാണ് ആൾ. ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇലയട റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മണമുണ്ട്, ആവിയൊക്കെ വന്ന് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. ചക്കൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ചക്ക ഇവിടെ ആദ്യം പോലെ വെറുതെ നിലവിളിക്കുകയാണ്. അതിൻ്റെ സൗണ്ട് ഇടയിൽ കൂടെ കേൾക്കണ്ടാവും. അപ്പോൾ താക്കണ്ട, വെല്ലപ്പാവൊക്കെ ഇങ്ങനെ വന്നിട്ട് നീരാവിയായി കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. വെല്ലപ്പാവൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്, കാരണം അത്രയും നൈസായിട്ടാണ് പരത്തി തന്നിരിക്കുന്നത് എൻ്റെ ഉമ്മ. നമ്മുടെ കാണുമ്പോൾ കൊതിയാവണു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടായിരിക്കും എങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നൈസായതുകൊണ്ടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചക്കൻ്റെ ഒരു ഫ്ലേവറും പിന്നെ തേങ്ങയും വെല്ലവും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ